പക്വതയുള്ള ആശയമായിട്ട് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും സഞ്ചരിക്കുന്നു. മറ്റൊരു പുരോഹിതന്റെ സവിധത്തിലെത്തുകയാണ്. ആ പുരോഹിതന്റെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിത രീതിയിൽ ചിലത് ഇഷ്ടപ്പെടാതെ തോന്നുന്നു. ആളുകളോടൊക്കെ വല്ലതും ഇവിടെ ഈ ആരാധനാലയത്തിലേക്ക് നൽകാൻ പറയുന്നു. അതിൽ നിന്ന് പ്രധാനപ്പെട്ടതെല്ലാം ഇയാൾ മാറ്റിവെക്കുന്നു. ഇത് കണ്ടപ്പോൾ മനസ്സിലായി ഇയാൾ ശരിയില്ല. അവിടുന്ന് വീണ്ടും ഇറങ്ങി സഞ്ചാരമാണ്. ആ സഞ്ചാര വഴിയിൽ പുരോഹിതന്മാരിൽ നിന്ന് പലതും സൽമാൻ തങ്ങൾ പഠിച്ചു. അങ്ങനെ പഠിച്ചപ്പോൾ അപ്പോഴാണ് ബോധ്യമായത് സത്യമായ ഒരു ആശയത്തെ തേടിയുള്ള യാത്രയാണെന്ന്. ആ യാത്രയിൽ അന്വേഷിക്കുകയാണ്, ഒരു പ്രവാചകനെ കുറിച്ചുള്ള അന്വേഷണമാണ്. ആ അന്വേഷണത്തിന്റെ വഴിയിൽ വീണ്ടും സഞ്ചരിച്ചപ്പോൾ മറ്റൊരു പണ്ഡിതന്റെ അടുക്കലേക്ക് എത്തി. ശ്യാമിൽ നിന്നാണ് ആ പണ്ഡിതന്റെ അടുക്കലെത്തിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ എനിക്ക് ഉപദേശങ്ങൾ നൽകുമോ? അയാൾ ഉപദേശങ്ങൾ നൽകുകയാണ്. ആ ഉപദേശങ്ങളൊക്കെ നല്ലതായിട്ട് തോന്നി. ഞാൻ നിങ്ങളെ കൂടെ ജീവിച്ചോട്ടെ എന്ന് ചോദിച്ചു. അതെ, നിങ്ങൾ ജീവിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ അദ്ദേഹത്തിന് രോഗമായി. അപ്പോഴാണ് സൽമാൻ തങ്ങൾ ചോദിക്കുന്നത്, എനിക്കിതിന്റെ തുടർച്ചയിൽ ആരാണ് സമീപിക്കാനുള്ളത്? നിങ്ങൾ എനിക്ക് ആരെങ്കിലും റഫർ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അദ്ദേഹം മറ്റൊരു പുരോഹിതനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം മരിച്ചപ്പോൾ അവിടേക്ക് സഞ്ചരിച്ചു. അവിടേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ മനുഷ്യരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിച്ചു. അപ്പോഴാണ് മനസ്സിലായത് എനിക്ക് കാത്തിരിക്കുന്ന ഒരു പ്രവാചകനിലേക്ക് എത്തിച്ചേരണമെന്ന്. ഈ പണ്ഡിതനോട് ചോദിച്ചു, എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വഴി എന്താണെന്ന്. അയാൾ പറഞ്ഞു, എനിക്കറിയില്ലെന്ന്. അങ്ങനെ അറിയില്ലെന്ന് പറഞ്ഞു. അയാളും ലോകത്തോട് പിരിഞ്ഞു പോകുകയാണ്. അന്വേഷണത്തിന്റെ തുടർച്ചയാണ്. ലോകത്തിന്റെ നേതാവിലേക്കുള്ള സഞ്ചാരത്തിന്റെ വഴികളാണ്. ആ വഴികളിലേക്ക് സഞ്ചരിച്ചപ്പോൾ വീണ്ടും ചില പണ്ഡിതന്മാരെ സമീപിച്ചു. അവസാനമായ ഒരു പണ്ഡിതനെ കുറിച്ച് അദ്ദേഹത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ആ സമയത്ത് അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് എന്നോട് കൽപ്പിക്കാനുള്ളത്, നിർദ്ദേശിക്കാനുള്ളത്? അപ്പൊ ആ പണ്ഡിതൻ പറഞ്ഞു, വല്ലാഹി വല്ലാഹി മാ അലമ റജുലൻ അലാ മിഥ്ലി മാ കുന്നാ അലൈഹി. അതെ, നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള ഒരു മനുഷ്യനും എനിക്കില്ല. അതേസമയം നിസ്വീൻ എന്ന പ്രദേശത്ത് ഒരാളുണ്ട്, അദ്ദേഹത്തിലേക്ക് നിങ്ങൾ ചെല്ലുക എന്ന് പറഞ്ഞപ്പോൾ സൽമാൻ തങ്ങൾ അവിടേക്ക് ചെന്നു. അയാളെ കൂടെ കുറെ കാലം താമസിച്ചു. അവിടെ നിന്നാണ് ലോകത്തിന്റെ നേതാവിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു പിക്ചർ ലഭിക്കുകയാണ്. അങ്ങനെ ലഭിക്കുകയാണ്. അമൂരിയ എന്ന സ്ഥലത്തേക്ക് വീണ്ടും സഞ്ചരിച്ചെത്തുകയാണ്. എത്തിയപ്പോൾ അവിടെ നിന്ന് ലഭിച്ചു പൂർവ്വജന്മങ്ങളിൽ നിന്നുള്ള വിവരമായി. വരാനിരിക്കുന്ന പ്രവാചകൻ ഈത്തപ്പന നിറഞ്ഞു നിൽക്കുന്ന നാട്ടിലാണ് വരുന്നത്. ആ നാടിന്റെ പ്രത്യേകതകളാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ അതേ, ആ നാടിന്റെ പ്രത്യേകത എന്താണ്? പൂർവ്വഘട്ടങ്ങളിലെ കൃത്യമായ വിവരമാണ്. നിങ്ങൾ ആ പ്രവാചകനെ അന്വേഷിച്ചു പോകാം. അദ്ദേഹം ജനിച്ചു വീണ നാട്ടിൽ നിന്ന് വരുന്ന മുഹാജിറായി ഹിജ്റ നടത്തി വരുന്ന നാടുണ്ട്. ഹർവത്തൈൻ, രണ്ട് മലകൾ, അതിന്റെ ഇടയിലുള്ള സ്ഥലമാണത്. ആ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ എന്തുണ്ട്? അതേ, ഈത്തപ്പനകളുണ്ട്. അങ്ങനെയുള്ള നാടാണ്. ആ നാട്ടിലേക്ക് അദ്ദേഹം വരുമെന്നാണ് ഈ വിവരം പറഞ്ഞിട്ട് പറയുകയാണ്. അദ്ദേഹം ഇബ്രാഹിം മില്ലത്തിലേക്ക് വരുന്ന പ്രവാചകനാണ്. ഇതെല്ലാം വിശദീകരിച്ച് മദീനയുടെ മരുപ്പറമ്പിലേക്കുള്ള ശ്രദ്ധ കൊടുത്തിട്ട്, അവിടേക്ക് കൃത്യമായി ആലോചന കൊടുത്തിട്ട് സൽമാൻ തങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. എന്താണ് വിശദീകരിച്ചു കൊടുക്കുന്നത്? സൽമാൻ തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റുക? അപ്പൊ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹം ഹദിയ കടിക്കും, സദഖ കടിക്കൂല.